السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സർവ്വദരണീയരായ പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ, അൽഹംദുലില്ലാഹ് 2 ദിവസം നമ്മുടെ കുറ്റിപ്പാലം മർക്കസിന്റെ മീലാദ് സമ്മേളനം നാം വളരെ പ്രൗഢമായി നടത്തി. ഇന്ന് അതിന്റെ സമാപന വേദിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഒരു സാലിഹായ കർമ്മമായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വൈകിയ വേളയിൽ ഒരു സുദീർഘമായ ഒരു ഭാഷണം നടത്തുന്നില്ല, മറിച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് എവിടെയും മുഅ്മിനീങ്ങളുണ്ടോ അവിടെയെല്ലാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ മദ്ഹ് പാടി പറഞ്ഞുകൊണ്ട് എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ വർഷം കൂടുന്തോറും വലിയ രൂപത്തിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് അതിനെതിരെ നിൽക്കുന്ന ചില ന്യൂനപക്ഷം ആളുകൾ മാത്രം അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏകദേശം ഒരു മാസം മുമ്പ് നമ്മുടെ കേരളത്തെ നടുക്കിയ ഒരു ദുരന്തം വയനാട് സംഭവിച്ചപ്പോൾ ഇവിടെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാർ അത് മറയാക്കിയിട്ട് ഇവിടെ നബിദിനാഘോഷവും മറ്റു പരിപാടികളെല്ലാം ചുരുക്കണമെന്ന് ഇവിടെ പറഞ്ഞപ്പോൾ എല്ലാ വർഷവും നടക്കുന്നതിൽ ഉപരിയായി വളരെ ഭംഗിയായിട്ട് നമ്മുടെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും വലിയ പ്രൗഢമായി തന്നെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖൽബിൽ ചെറിയ രൂപത്തിൽ മഹബ്ബത്തുള്ളവർക്ക് ഒരിക്കലും അത് ചുരുക്കാൻ കഴിയില്ല. ഈ പറയുന്ന ആളുകൾ പോലും അവരുടെ വീടുകളിൽ കല്യാണങ്ങളോ മറ്റു പരിപാടികളോ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ദുരന്തം നടന്നു, അതുകൊണ്ട് അത് വേണ്ട എന്ന് ആരും വെക്കുന്നില്ല. മറിച്ച് അതെല്ലാം അവര് പ്രൗഢമായി തന്നെ നടത്തുമ്പോഴും ഇതിന്റെ എതിരാളികൾ ഇതിനെ വല്ലാതെ ആക്ഷേപിക്കുന്ന ഒരു രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനായ മനുഷ്യൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹൃദയത്തിൽ അല്പം പോലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത് നടത്താതിരിക്കാൻ കഴിയുകയില്ല. ധാരാളം സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ ചുരുങ്ങിയ സമയത്ത് ഇതൊന്നും പറയാൻ ഇവിടെ സമയമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മഹാന്മാർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തെ മദ്ഹുകൾ പാടി പറഞ്ഞവരുമാണ്. ഇന്ന് അവർ പുത്തൻവാദികൾ പറയുന്നത് ഇതൊന്നും നമ്മുടെ പൂർവീകരാരും നടത്തിയിട്ടില്ല, അത് ഇവിടെ മുസ്ലിയാക്കന്മാര് കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ വർഷം UAE ഗവൺമെന്റ് അവിടുത്തെ ഔഖാഫ് പള്ളികളിൽ ഖുതുബ നടത്താൻ വേണ്ടിയിട്ട് കൊടുത്ത ഖുതുബയിൽ നബിദിനാഘോഷം നടത്തണമെന്നും അവിടുത്തെ മദ്ഹ് പാടി പറയണമെന്നാണ് ഖുതുബയിലെല്ലാം ജനങ്ങളെ ഉത്ബോധരാക്കുന്നത്. ഒരിക്കലും ഇവിടെയുള്ള കുറഞ്ഞ ആളുകൾ അതിനെതിർത്തത് കൊണ്ട് ഒരിക്കലും ഇവിടെ സുന്നികൾ ഉള്ള കാലത്തോളം അതിനെ ഒരിക്കലും ഇവിടെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല. നമുക്ക് ഒരാളോട് മഹബ്ബത്ത് വെക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളുണ്ടായാലും അതിനോടും നമുക്ക് മഹബ്ബത്താണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു വ്യക്തി മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നവരെ മഹബ്ബത്തിന്റെ ഭാഷ അറിയാൻ കഴിയുകയുള്ളൂ. സ്നേഹിക്കാത്തവർക്ക് ഒരിക്കലും അത് പറയാനോ ഉൾക്കൊള്ളാനോ കഴിയുകയില്ല. ഒരു കാമുകനും ഒരു കാമുകിയും ഒരു പബ്ലിക്കായ സ്ഥലത്ത് വെച്ച് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ
ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇവർക്ക് ലവലേശം പോലും ഒരു ഉളുപ്പില്ല എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ആസ്വദിക്കുന്ന അവർക്കൊരിക്കലും അത് മനസ്സിലാക്കാനോ ഇങ്ങനെ ഒരു പ്രശ്നം ജനങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ എന്നുള്ള ഒരു ബോധം പോലും അവരുടെ മനസ്സിലുണ്ടാകുന്നില്ല. ഇത് വഴിപെട്ട പ്രണയമാണെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം യഥാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ രണ്ട് ലോകവും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. ഇവിടെയുള്ള പുത്തൻവാദികൾ പറയുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം ഒരു മുഹമ്മദാണ് എന്നാണ്, ഒരു സാധാരണ മനുഷ്യനാണെന്നാണ് അവരുടെ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും വലിയൊരു ലീഡറാണ്, ഏറ്റവും വലിയൊരു ടീച്ചറാണ്, ഒരു സയന്റിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു സോഷ്യൽ വർക്കറാണ്. ഇങ്ങനെ ഏതെല്ലാം മേഖലകളിലുണ്ടോ അതിലെല്ലാം ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു ന്യൂനതയും അവിടുത്തെ ജീവിതത്തിൽ നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. വളരെ ലളിതമായ ജീവിതമാണ്. ആരോടും ഒരു വിദ്വേഷമോ ഒരു പകയോ ഇല്ലാതെ വളരെ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്ന ലളിതമായ വിനയത്തിന്റെ ഉടമയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരിക്കൽ ഒരു സ്ത്രീ വന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ആ സ്ത്രീക്ക് ബുദ്ധിപരമായിട്ട് ചെറിയ കുറവുള്ള ഒരു ഭ്രാന്തുള്ള ഒരു സ്ത്രീയാണ്. മുത്തുനബിയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, ഓ നബിയെ, എനിക്ക് അങ്ങയോട് കുറച്ച് സമയം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മാമയോട് പറയുകയാണ്, ഓ ഉമ്മാമ, നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഞാൻ വരാം. അതേ ലോകത്തിന്റെ നേതാവാണ്. അവിടുന്ന് ഒന്നും മനസ്സിൽ വെക്കാതെ ആ ഉമ്മക്ക് വേണ്ടി സമയം കണ്ടെത്തി അതേ ആ ഉമ്മയുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ സമൂഹത്തിന് അടിയിലുള്ള ഏത് താഴെ തട്ടിലുള്ളവരോടും വലിയ ഉന്നതന്മാരായ രാജ്യത്തിന്റെ വലിയ സ്ഥാനത്തുള്ളവരോടും അതേ ഒരുപോലെ പെരുമാറുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലതാ തവാഫ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ചെരുപ്പ് കേടുവന്നു പോയി. സഹാബത്ത് പോയിട്ട് പറഞ്ഞു, ഓ നബിയേ, ആ ചെരുപ്പ് ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് സമ്മതിച്ചില്ല. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കാണാൻ കഴിയും. ആരെയും ഒഴിച്ചിട്ടില്ല, ആർക്കും അതേ ആക്രമിച്ചിട്ടില്ല. അവിടുന്ന് വധിക്കാൻ വേണ്ടി വന്ന ആളുകളോട് പോലും നല്ല രൂപത്തിൽ പെരുമാറി അവിടുത്തെ സ്വഭാവം കാരണമായിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ വരികയാണ്. ഒരിക്കലതാ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഓ ഹബീബായ തങ്ങളെ, നബി തങ്ങളതാ ഒരു രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ നിൽക്കുകയാണ്. ധാരാളം ആടുകളുണ്ട്, ഈ ആടുകൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ എല്ലാ ആടുകളെയും ആ ചെറുപ്പക്കാരന് കൊടുക്കുകയാണ്. കൊടുത്തു എന്ന് മാത്രമല്ല, അങ്ങനെ ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് പോയി അതാ മുഹമ്മദ് വാരിക്കോരി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും മുസ്ലിം ആകുകയാണ്. ഇങ്ങനെ നല്ല രൂപത്തിൽ ജനങ്ങളോട് പെരുമാറിയ വലിയ നേതാവാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമ്മുടെ ഖൽബിൽ ഈമാനുണ്ടോ, ആ ഹബീബായ തങ്ങളെ വല്ലാത്ത സ്നേഹിക്കണം. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞു നിർത്താം. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അതാ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട സമയത്ത് മഹാനായ ഖുബൈബ് തങ്ങളോട് ചോദിക്കുകയാണ്, ഈ കഴുമരത്തിൽ നിന്റെ നേതാവ് മുഹമ്മദിനെ ആണെന്ന് സങ്കല്പിച്ചാൽ നിന്നെ വെറുതെ വിട്ടേക്കാം എന്ന്
പറഞ്ഞ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ വെറുതെ വിട്ട് ഞാൻ വീട്ടിൽ സ്വസ്ഥമായി ജീവിച്ചാലും എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് അവിടത്തേക്ക് ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ ഹബീബായ തങ്ങള് വാക്കിൽ മാത്രമല്ല മനസ്സിൽ വല്ലാതെ സ്നേഹിച്ചവരാണ്. സ്വഹാബത്തായ മുഴുവൻ സ്വഹാബത്തും താബിഈങ്ങളും മുൻകഴിഞ്ഞു പോയ എല്ലാ ഔലിയാക്കന്മാരും മഹത്തുക്കളെല്ലാം ഹബീബായ തങ്ങളെ വല്ലാതെ സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ധാരാളം മഹബത്ത് വെക്കണം, അവിടുത്തെ ധാരാളം പാടി പറയണം. കേവലം ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിൽ ധാരാളം മദ്ഹ് പറഞ്ഞ് മാത്രം നാം അവസാനിപ്പിച്ചുകൂടാ. ജീവിതത്തിലുടനീളം ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടി പറയുകയും ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും അവിടുത്തെ ഒരു സന്ദേശം, അവിടുത്തെ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഞാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ആ ഹബീബായ നബി തങ്ങൾ അതേ മദീനയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള കുട്ടികളതാ ത്വഅലൽ ബദ്റു ചൊല്ലി സ്വീകരിക്കുന്നു. അതുപോലെ എല്ലാ സഹാബത്തും മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവരെല്ലാം മദ്ഹ് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പാടില്ല എന്ന് പറഞ്ഞില്ല. മാത്രമല്ല എല്ലാവിധ സപ്പോർട്ടും നൽകുകയാണ്. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തുടങ്ങി ഒരുപാട് സ്വഹാബത്ത് അവരെല്ലാം മദ്ഹ് ചെയ്തപ്പോൾ ഇതൊന്നും പാടില്ല സ്വഹാബ എന്നവിടുന്ന് പഠിപ്പിച്ചില്ല. മറിച്ച് എല്ലാവിധ സപ്പോർട്ടും നൽകി അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ് എന്ന ദുആ ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാവിധ സന്തോഷവും നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹബീബായ നബി തങ്ങളോട് കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ മരണം വരെ അടിയുറച്ച് ജീവിക്കാനും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളം സ്വലാത്തും സലാമും ചൊല്ലി അവിടുത്തെ സുന്നത്തുകൾ ഇത്തിബാഅ് ചെയ്ത് മരിക്കുന്ന സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുനവ്വറായ വജ്ഹ് കണ്ട് സന്തോഷത്തിൽ മരിക്കാനും അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് തവണ മദീന സിയാറത്ത് ചെയ്യാനും ഒരുപാട് തവണ ഹജ്ജും ഉംറയും എല്ലാം ചെയ്യാനും അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഈ പരിപാടിക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.